ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീഹരേ. ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം 4-ാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു. യതിരുവാച ഓം മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠാ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനാം. ഇപ്പോൾ ജാതകം വായിച്ച സമയത്ത് യതി ഈ ആത്മദേവനോട് പറഞ്ഞ ഉത്തരാണ് മുഞ്ച അജ്ഞാനം. മുഞ്ചാജ്ഞാനം വായിക്കുമ്പോൾ തന്നെ അത് വരണം, മുഞ്ചാജ്ഞാനം എന്ന് വരണം. പ്രജാരൂപം ബലിഷ്ഠ കർമ്മണോ ഗതി ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനാം. ഇപ്പം ഈ അജ്ഞാനത്തെ മുഴുവൻ ഇവിടെ ഇപ്പം എന്താ അജ്ഞാനമായിട്ട് വന്നത്? ഒഴിവാക്കണമെന്ന് പറഞ്ഞുള്ള അജ്ഞാനം. പ്രജാരൂപം മകൻ ഉണ്ടാവണമെന്ന ആഗ്രഹത്തെയാണ്. മകൻ ഉണ്ടാവണം എന്നുള്ളത് ആഗ്രഹം ശരിയാണെങ്കിലും ശരി, കർമ്മത്തിൻ്റെ ഗതി വളരെ ബലമുള്ളതാണ്. അതുകൊണ്ട് നല്ല വിവേകത്തോടു കൂടിയിട്ട് അതിനെ ഈ എന്താണോ വിധിച്ച അതിനെ സ്വീകരിച്ചുകൊണ്ട്, അതേപോലെ ഈ സംസാര വാസനകൾ വീണ്ടും വീണ്ടും ജനിക്കാൻ മരിക്കുക എന്നുള്ളൊരു അത് പൂർവജന്മ കർമ്മ ഫലമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് യതി പറയുകയാണ്. ഈ ലോകത്തിൻ്റെ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന 5 വിഷയങ്ങൾ എങ്ങനെയാണോ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്, ആ കാര്യത്തെ ഊന്നിക്കൊണ്ടാണ് അത് സംസാരത്തിന് കാരണമാവും എന്ന് ബ്രാഹ്മണനറിയാം, ആത്മദേവനറിയാം. എന്നാലും യതി അതിനെ സൂചിപ്പിക്കുകയാണ്. പുത്രനുണ്ടാകണം എന്നുള്ള കാരണം അതൊരാഗ്രഹമാണ്. അപ്പോൾ കാമത്തിൻ്റെ ബാക്കിയ, അതായത് പത്നിയും മനോരമാം ദേഹി മനോവൃത്താനുസാരിണിയും താരിണിയും ദുർഗസംസാര സാഗരസ്യ കുലോദ്ഭവാം എന്ന് പറഞ്ഞിട്ടാണ് പത്നിയെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഒരു വധുവിനെ കന്യകയെ വിവാഹം കഴിക്കുക. അപ്പോൾ പുത്രനുണ്ടാവണം. പുത്രനുണ്ടായാൽ ആ പുത്രൻ്റെ പുത്രൻ, അങ്ങനെ പുത്ര പൗത്ര പ്രപുത്ര എന്നൊക്കെ പറഞ്ഞിട്ടേ പ്രപൗത്ര അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ഇങ്ങനെ പരമ്പര വളരണമെന്ന് ആഗ്രഹം ഉണ്ടാവുക. ഇത് ഒരു അജ്ഞാനമാണ്. കാരണം ആത്മസ്വരൂപത്തെ അറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം അതിൻ്റെ വിശദീകരണമാണ്. അതുകൊണ്ട് അങ്ങക്ക് പുത്രനുണ്ടാവും എന്ന് തോന്നണില്ല. കർമ്മത്തിൻ്റെ ഗതി ഇന്ന രീതിയിലാണ് എന്നാർക്കും പറയാൻ സാധിക്കില്ല. ആത്മസ്വരൂപത്തെ വിചാരം ചെയ്ത് അറിഞ്ഞ് വിവേകത്തോടു കൂടിയിട്ട് ഈ ജീവനെ ബ്രഹ്മത്തിലേക്ക് എത്തിക്കുക. അതിനു വേണ്ടിയിട്ടാവണം ഈ ജ്ഞാനത്തെ സമ്പാദിക്കേണ്ടത്, അർത്ഥത്തെ സമ്പാദിക്കേണ്ടത്, ഭക്തിയോടു കൂടിയിട്ട് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഈ സംസാരവാസനയെ ഒഴിവാക്കൂ. അതാണ് അജ്ഞാനം. മുഞ്ച. മനസ്സിലായോ? മുഞ്ച അജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാര വാസനാം. ഒന്ന് വായിക്കൂ. മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാര വാസനാം. മുഞ്ചാജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാര വാസനാം. മുഞ്ച എന്ന് പറഞ്ഞാൽ ഒഴിവാക്കൂ. അജ്ഞാനം ജ്ഞാനമില്ലായ്മയെ ഒഴിവാക്കൂ. പ്രജാരൂപം മകനുണ്ടാവുക എന്ന ആ കാര്യത്തെ, അവിടെ ബലിഷ്ഠ കർമ്മണോഗതി എന്ന പ്രയോഗം, കർമ്മത്തിൻ്റെ ഗതി വളരെ ബലമുള്ളതാണ്. വിവേകം തു സമാസാദ്യ, ഈ വിവേകത്തെ നല്ലവണ്ണം മനസ്സിലാക്കൂ. സമാസാദ്യ നന്നായി തന്നെ ഉള്ളിലേക്ക് ജ്ഞാനമായിട്ട് സ്വീകരിക്കൂ. ത്യജ എന്നിട്ട് ഒഴിവാക്കൂ. മുഞ്ച ത്യജ രണ്ടും അർത്ഥം ഒന്നാ. അപ്പോൾ മക്കളുണ്ടാവണം എന്നുള്ളത് സംസാരത്തിന് കാരണമാകും. വീണ്ടും വീണ്ടും ജനിക്കുക മരിക്കുക എന്നുള്ളൊരു ഒരു വിഷയം വരും. അതുകൊണ്ട് അതൊരു വാസനയാണ്, കർമ്മവാസനയാണ്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എല്ലാ വാക്കുകളും മനസ്സിലായിട്ടുണ്ടാവും. മുഞ്ചാജ്ഞാനം പ്രജാരൂപം
ബലിഷ്ഠ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനാം. 8 അക്ഷരമായിട്ട് വായിക്കും. മുഞ്ചജ്ഞാനം പ്രജാരൂപം ബലിഷ്ഠ കർമ്മണോ ഗതി വിവേകം തു സമാസാദ്യ ത്യജ സംസാരവാസനാം. ശൃണു വിപ്ര മയാ തേദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ച. 35-ാമത്തെ ശ്ലോകം പറയാണ്. അല്ലയോ ബ്രാഹ്മണ, ഞാൻ പറയുന്നതിനെ ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങയുടെ ഈ പ്രാരബ്ധ കർമ്മത്തെ ഞാനിപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി. അത് തദ് ബാലാക്ഷരമാലാം വാചയാമാസ. അതുകൊണ്ടാണ് യോഗിയായിട്ടുള്ള ഈ ആത്മദേവൻ, ഈ യതി ആത്മദേവൻ്റെ നെറ്റിയിൽ എഴുതിയതായിട്ടുള്ള ഈ ജാതകം വായിച്ചു. അപ്പോൾ മനസ്സിലായതാ. ശ്രദ്ധിച്ച് കേൾക്കൂ. എന്താ അത്? അങ്ങയുടെ പ്രാരബ്ധ കർമ്മത്തെ ഞാനിപ്പോൾ അറിഞ്ഞു. 7 ജന്മം കഴിയുന്നത് വരെ അങ്ങയ്ക്ക് പുത്രൻ ജനിക്കുകയേയില്ല. ശൃണു വിപ്ര, കേൾക്കൂ ബ്രാഹ്മണ, മയ എന്നാൽ, തേ അദ്യ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാരബ്ധം തു വിലോകിതം, ഈ അങ്ങയെ അനുഭവിക്കേണ്ടതായിട്ടുള്ള പ്രാരബ്ധം, ഈ അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയങ്ങൾ തന്നെയാണ്. അല്ലാന്ന് പറയണില്ല. സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് ഞാനിപ്പോൾ വിലോകിതം എന്നാൽ കണ്ടു. എനിക്കത് മനസ്സിലായി. ഞാൻ കണ്ടു, മനസ്സിലാക്കി, വായിച്ചു. സപ്തജന്മാവധി, 7 ജന്മത്തിൻ്റെ അവധി. ഈ ജന്മവും ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു 7 ജന്മവും. അങ്ങയ്ക്ക് തവ പുത്ര ന, അങ്ങയ്ക്ക് പുത്രൻ ഉണ്ടാവുകയേയില്ല. അങ്ങയുടേതായിട്ടുള്ളൊരു പുത്രൻ ഇനി 7 ജന്മത്തുണ്ടാവില്ല. നയേവച്ച ആണ്. ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ കർമ്മത്തിൻ്റെ ഗതി എങ്ങനെയാണ് ഉണ്ടാവുക? നമ്മൾ ആഗ്രഹിച്ചതല്ല നമുക്ക് കിട്ടുക, നമുക്ക് വിധിച്ചതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒന്നിലും ശാഠ്യം വേണ്ട. അത് വേണം, ഇത് വേണം, ശാഠ്യം വേണ്ട. എന്നാൽ അത് എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് വിചാരിച്ച് പ്രയത്നിക്കാതിരിക്കരുത്. എപ്പോഴും പ്രയത്നിച്ചുകൊണ്ട് വിജിലൻ്റായിട്ടിരിക്കണം. 1. 2, ക്രിയേറ്റീവായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനല്ലേ? അപ്പോൾ സദാസമയത്തും ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്. 3 തരത്തിലാണ് ത്രികരണങ്ങൾ. ശൃണു വിപ്ര, ഇപ്പോൾ ബ്രാഹ്മണനോട് പറയുകയാണ്, കേൾക്കൂ. മയ തേ അദ്യ, എന്നാൽ ഇപ്പോൾ അങ്ങയ്ക്ക് വേണ്ടിയിട്ട്, തേ അദ്യ ഇപ്പോൾ പ്രാരബ്ധം തു വിലോകിതം, ഇപ്പം ഞാൻ അങ്ങയുടെ ഈ പ്രാരബ്ധത്തെ ഞാൻ മനസ്സിലാക്കി. ജാതകം വായിച്ചുകൊണ്ട് എനിക്ക് അറിഞ്ഞു. അത് ഞാൻ കണ്ടു. സപ്തജന്മാവധി, 7 ജന്മം കൊണ്ട് തവ പുത്ര ന ഏവാച. അപ്പോൾ അത്രയും കൂടുതൽ ഈ യതിയുടെ കഴിവിനെ ഈ ഒരു ഉപദേശം കൊണ്ട് മനസ്സിലാക്കി കൊടുത്തു എന്നതാണ്. നമുക്കൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ കൂട്ടിയേ പറ്റില്ല, അല്ലേ? ശൃണു വിപ്ര മയാ തേദ്യ, അവിടെ തേ അദ്യ എന്നാണ് വാക്ക്. അത് തേദ്യ, അവിടെ തേ എന്നുള്ളത് ഒരു അര മാത്രമാണ് ദീർഘിപ്പിച്ചിട്ട് തേദ്യ എന്ന് വായിക്കുക. ശൃണു വിപ്ര മയാ തേദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ച. സപ്തജന്മാവധി തവ പുത്രോ നൈവ ച. അവിടെ 8 അക്ഷരങ്ങളായിട്ട് വായിക്കുമ്പോൾ കുറച്ചൊരു പ്രയാസമുണ്ട്. സപ്തജന്മാവധി തവ പുത്രോ നൈവ ച എന്ന് വായിച്ചാൽ മതി. ഓക്കെ. സപ്തജന്മാവധി തവ പുത്രോ നൈവ ച എന്ന് വായിച്ചു നോക്കൂ. ആദ്യമായിട്ട് വായിക്കൂ. ശൃണു വിപ്ര. ശൃണു വിപ്ര മയാ തേദ്യ പ്രാരബ്ധം തു വിലോകിതം സപ്തജന്മാവധി തവ പുത്രോ നൈവ ച. ഇനി 36-ാമത്തെ ശ്ലോകം. സന്തതേ സഗരോ ദുഃഖം അപാംഗ പുരാ തഥാ അവാപാംഗ പുരാ തഥാ രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവഥാ സുഖം. പുത്രനുണ്ടാവണം എന്നുള്ള ഈ ആഗ്രഹം അത് ചിലപ്പോൾ ഗുണത്തിനായിക്കൊള്ളുന്നില്ല, അത് ദോഷത്തിനാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാകുന്ന പുത്രൻ നേരെ ആവണമെന്ന് ഉറപ്പില്ല എന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് പറയുകയാണ്, അങ്ങയ്ക്കുണ്ടാകുന്ന ഈ പുത്രൻ കാരണം
ഇപ്പം സഗര മഹാരാജാവിന് അംഗമഹാരാജാവിന് ഒക്കെ ദുഃഖമാണ് ഉണ്ടായത്, കുട്ടികളുണ്ടായിട്ടേ. അല്ലയോ ബ്രാഹ്മണ, അതേപോലെ തന്നെ കുടുംബം നശിക്കാതെ ഈ ലോകത്തിൽ നിലനിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹം അങ്ങ് ഒഴിവാക്കിക്കോളൂ. എല്ലാം ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സന്യാസാശ്രമത്തിൽ തന്നെയാണ് അങ്ങേക്ക് സുഖം ഉണ്ടാവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ അർത്ഥത്തിലും അങ്ങേക്ക് സന്യാസമാണ് സുഖം. ഇതാണ് ഇപ്പോൾ പറഞ്ഞത്. സന്തതേഹേ സഗരഹ ദുഃഖം അവാപാംഗ പുരാ തഥ. അപ്പോൾ അംഗരാജാവ് അവാപ ദുഃഖം അവാപ, സഗരഹ രാജ ദുഃഖം അവാപ. സന്തത്യർത്ഥം സന്തതേഹേ, സന്തതിക്ക് വേണ്ടിയിട്ട് സഗര മഹാരാജാവ് ദുഃഖം അവാപ. അംഗ രാജാവ് അംഗനൃപ, ആ അംഗരാജാവും ഇതേപോലെ ദുഃഖം അവാപ. പുരാ തഥാ, അതേപോലെ രേ മുഞ്ച അദ്യ. അതുകൊണ്ട് ബ്രാഹ്മണ, രേ സംഭവത്തിനാണ്, ബഹുമാനത്തോട് കൂടിയിട്ടാണ്. മുഞ്ച അദ്യ കുടുംബ ആശാം, ഈ കുടുംബത്തിലുള്ള ആശ അത് മുഞ്ച ഒഴിവാക്കിക്കോളൂ. സന്യാസേ സർവഥാ സുഖം. സന്യാസേ സർവഥാ സുഖം എന്നുള്ളത് പ്രയോഗമാണ്. അത് അങ്ങേക്കും സന്യാസം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. സഗരമഹാരാജാവിനും അംഗമഹാരാജാവിനും അനുഭവിച്ചതായിട്ടുള്ള ഈ ദുഃഖം അവാപ, വന്നു ചേർന്നതായിട്ടുള്ള ഈ ദുഃഖം, അത് സന്തത്യർത്ഥ, സന്തതി കാരണം കൊണ്ടാണ്. സഗരന്മാരുടെ 60,000 പുത്രന്മാർ അവർ പാപം ചെയ്തപ്പോൾ, ആ കപില മഹർഷിയെ ഹേളനം ചെയ്തപ്പോൾ അവർ സ്വയമേവ വെണ്ണീറായി. പിന്നെ അനവധി വിഷമിച്ചിട്ടാണ് ഭഗീരഥൻ ഗംഗയെ കൊണ്ടുവന്ന് മുക്തി കൊടുത്തത്. അതേപോലെ തന്നെ പല തരത്തിൽപ്പെട്ടതായിട്ടുള്ള ദുഃഖങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഈ കുട്ടികൾക്ക് വിഷം കൊടുത്തിട്ട് അങ്ങനെയുള്ള മരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് രാജാക്കന്മാരുടെ പത്നി മത്സരം കൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അംഗരാജാവിനും ഇതേപോലെ ഒന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്നതെന്ന് പ്രത്യേകം പറയേണ്ട, കുട്ടികളെ ദ്രോഹിച്ചതായിട്ടുള്ള കുറേ കഥകളുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ദ്രോഹമായിട്ട് വന്നത്. ഇവിടെ അംഗരാജാവ് എന്ന് ഉദ്ദേശിച്ചത് പൃഥുവിൻ്റെ മുത്തശ്ശനെയാണ്. പൃഥുവിൻ്റെ അച്ഛൻ വേനൻ്റെ അച്ഛൻ അംഗരാജാവ്. അംഗരാജാവിന് ഒരു പുത്രനുണ്ടായത്, അത് ഈ പുത്രകാമേഷ്ടി ചെയ്തപ്പോൾ കിട്ടിയതായിട്ടുള്ള പായസം ഒന്ന് മണത്ത് നോക്കി, എന്നിട്ടത് സുനീത എന്നുള്ള പത്നിക്ക് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു അശുദ്ധി വന്നതുകൊണ്ട് പിന്നീടുണ്ടായ ആ ഉണ്ണി വേനൻ വളരെ ചീത്ത ഉണ്ണിയായിട്ടാണ് മാറിയത്. ആ ഒരു കാര്യമാണ് അവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വിഷമുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് സൂചന കൊടുക്കുകയാണ്. ഇത് യഥാർത്ഥത്തിലുള്ള ഗുരു ഇങ്ങനെയാണ്. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ദോഷമുണ്ട് എന്ന് തുറന്ന് പറയും. തുറന്ന് പറയുന്ന ഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഗുരുസ്ഥാനത്ത് എത്തുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് പറയുകയാണ് സന്തതേഹേ, ഈ സന്തതിക്ക് വേണ്ടിയുള്ള അങ്ങയുടെ ഈ ആഗ്രഹം, രേ അല്ലയോ വിപ്ര, മുഞ്ച അദ്യ കുടുംബ ആശാം, ആ ആശയെ ഒഴിവാക്കിക്കൊള്ളൂ. അതുകൊണ്ട് ഈ കുടുംബം വളരുക, വർദ്ധിക്കുക, വീണ്ടും വീണ്ടും മക്കളും പേരക്കുട്ടികളും ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുക, ആ ആഗ്രഹത്തെ കുടുംബാശാം എന്നാണ് അതിന് പറയുക. കുടുംബാരാമന്മാരായിട്ട് ജീവിക്കണ്ട. മുഞ്ച അദ്യ, അത് ഒഴിവാക്കിക്കൊള്ളൂ. പിന്നെ പറയാണ് സന്യാസേ സർവഥാ സുഖം, സന്യാസമാണ് ഏറ്റവും നല്ലത് എന്ന് പറയാണ്. സന്തതേ സഗരോ ദുഃഖം അവാപാംഗ പുരാ തഥാ രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവഥാ സുഖം. വായിക്കൂ. സന്തതേ സഗരോ ദുഃഖം അവാപാംഗ പുരാ തഥാ, ദുഃഖം അവാപാംഗ പുരാ തഥാ രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവഥാ സുഖം. ഒന്നും കൂടി. സന്തതേ സഗരോ ദുഃഖം അവാപാംഗ പുരാ തഥാ രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവഥാ സുഖം. സന്തതേ അവാപാംഗ പുരാ തഥാ രേ മുഞ്ചാദ്യ കുടുംബാശാം സന്യാസേ സർവഥാ സുഖം. ബ്രാഹ്മണ ഉവാച. 37ാമത്തെ ശ്ലോകം പറയാണ്. വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത്യജാമ്യഹം പ്രാണാൻ സ്തുതഗ്രേ ശോകമൂർച്ഛിത. വിവേകേന
വിവേകം കൊണ്ട് ഇപ്പോൾ യതിക്ക് ജ്ഞാനമുണ്ടായെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങ് നല്ലോണം ഇതിനെ വിവേചനം ചെയ്യൂ. അതായത് നല്ലോണം മനസ്സിലാക്കിയല്ലോ അങ്ങ്. അപ്പോൾ അങ്ങക്ക് എൻ്റെ ദുഃഖത്തിനാണോ പ്രാധാന്യം കൂടുതൽ, അതോ ഞാൻ ഈ ദുഃഖം സഹിച്ചുകൊണ്ട് സന്യാസം സ്വീകരിച്ച് അങ്ങനെയാണ് പോവുകയാണോ വേണ്ടത്? അങ്ങ് നല്ലോണം വിവേകം കൊണ്ട് അതിനെ മനസ്സിലാക്കൂ. എന്നിട്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയൂ. അതുകൊണ്ട് എൻ്റെ ദുഃഖത്തിന് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് എനിക്ക് പുത്രനെ തരുന്നില്ല, കുറച്ചൊരു അതിനെ മറികടക്കാൻ, ഈ വിധി എന്താ വെച്ചാൽ അതിനെ മറികടക്കാൻ ഒരു വഴി അങ്ങക്ക് കാണാൻ പറ്റുമല്ലോ. കിമ്മേ പുത്രം ദേഹി ബലാദബി, എന്തുകൊണ്ട് എനിക്ക് ബലത്തോട് കൂടിയിട്ട്, അതായത് ഇതിനെ മറികടക്കാനുള്ളൊരു ഇച്ഛാശക്തിയോട് കൂടിയിട്ട് എനിക്കൊരു പുത്രനെ തന്നുകൂടാ. അഥവാ എനിക്ക് അങ്ങനെ തന്നിട്ടില്ല എങ്കിൽ, നോ ചെയ്ത് അങ്ങനെ ബലാദബി പുത്രം എനിക്ക് തന്നിട്ടില്ല എങ്കിൽ, ന ദേഹി അങ്ങനെയാണെങ്കിൽ, നോ ചെയ്ത് ത്യജാമി ഞാൻ ഒഴിവാക്കും. അഹം എന്താ ഒഴിവാക്കുക? പ്രാണാം സ്ത്വദഗ്രേ, പ്രാണാൻ ത്വത് അഗ്രേ, പ്രാണങ്ങളെ ഞാൻ അങ്ങയുടെ മുമ്പിൽ ത്യജാമി ഒഴിവാക്കുക തന്നെ ചെയ്യും. കാരണം എന്താ? ശോകമൂർച്ഛിത, ദുഃഖത്തിൻ്റെ ആധിക്യം കൊണ്ട്, ദുഃഖം മൂർച്ഛിച്ചിട്ട്, അല്ലാണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നല്ല പറഞ്ഞത്. അവിടെ ദുഃഖം സഹിക്കാൻ പറ്റാതെ കണ്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇപ്പോൾ എൻ്റെ പ്രാണങ്ങളെ ഒഴിവാക്കേണ്ടി വരും, അങ്ങ് എനിക്ക് പുത്രനെ തന്നിട്ടില്ല ആച്ചാർ എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യും എന്നല്ല. വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത് ത്യജാമ്യഹം പ്രാണാൻ ത്വദഗ്രേ ശോകമൂർച്ഛിതാം. ഒന്ന് വായിക്കൂ. വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത് ത്യജാമി അഹം, ത്യജാമി അഹം, ത്യജാമ്യഹം പ്രാണാൻ സ്ത്വദഗ്രേ ശോകമൂർച്ഛിത. ഈ യഥാർത്ഥത്തിലുള്ള ജ്ഞാനത്തിന് അധികാരിയായിട്ടില്ലേരിക്കുമോ ഈ ബ്രാഹ്മണൻ എന്ന് ഈ വാചകം കൊണ്ട് നമുക്ക് ചിന്തിക്കണം. ശരിക്കുള്ള വിവേകം കൊണ്ട് എന്താ ഫലം? ഈശ്വരൻ്റെ വിധി എന്താണോ അതിനെ അനുസരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ അതിക്രമിച്ചിട്ടും ഈ യോഗബലാദികളെ കൊണ്ട് എനിക്കൊരു പുത്രനെ തരണം എന്ന് ആഗ്രഹിച്ചപ്പോൾ അതിന് അങ്ങ് തയ്യാറായിട്ടില്ല വെച്ചാൽ ദുഃഖത്തിൻ്റെ ആധിക്യം കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കർത്തവ്യങ്ങളെ മറന്നുകൊണ്ട് ഒരു പക്ഷേ ഇവിടെ അങ്ങയുടെ മുമ്പിൽ തന്നെ എൻ്റെ ജീവനെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. ദുഃഖം കൊണ്ടാണ് പ്രാണങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും. ഇങ്ങനെ പറയുമ്പോൾ ആ ജ്ഞാനം ശരിക്ക് കിട്ടിയിട്ടില്ല ബ്രാഹ്മണന്, അല്ലെങ്കിൽ ഉള്ള ജ്ഞാനത്തെ ഉപയോഗിക്കുന്നില്ല എന്നാണ് ബ്രാഹ്മണൻ്റെ ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത് ത്യജാമ്യഹം പ്രാണാൻ ത്വദഗ്രേ ശോകമൂർച്ഛിത. വായിക്കൂ. വിവേകേന ഭവേത് കിം മേ പുത്രം ദേഹി ബലാദപി നോ ചേത് ത്യജാമ്യഹം പ്രാണാസ്തദഗ്രേ ശോകമൂർച്ഛിത. ഇനി 38ാമത്തെ ശ്ലോകം. പുത്രാദിസുഖഹീനോയം സന്യാസ ശുഷ്ക ഏവ ഹി ഗൃഹസ്ഥ സരസോ ലോകേ പുത്രപൗത്ര സമന്വിത. പുത്രന്മാരിൽ നിന്നും ലഭിക്കുന്ന സുഖം അത് സന്യാസത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ രസമാണ് എന്നാണ് ലോകത്തിൻ്റെ അഭിപ്രായം, എൻ്റെയും അഭിപ്രായം. പുത്രന്മാരും പൗത്രന്മാരും പേരക്കുട്ടികളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഗൃഹസ്ഥ ജീവിതം നയിക്കുമ്പോൾ അത് ശരിക്കും സുഖം തന്നെയാണ് കിട്ടുക. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അങ്ങ് സന്യാസിയാണല്ലോ, അങ്ങക്ക് ഇത് ചെയ്തു തരാൻ പറ്റും ചെയ്യും. അപ്പോൾ സന്യാസിക്ക് കാര്യങ്ങൾ മുഴുവൻ അറിയുമെന്നും എനിക്ക് ഈ സുഖമാണ് വേണ്ടത് എന്നാണ് അവിടെ ശഠിച്ചത്. അതാണ് ഷാഠ്യം, ഷഠ. അപ്പോൾ പുത്രാദി സുഖഹീനഃ അയം, പുത്രാദി സുഖഹീനഃ അയം, പുത്രന്മാർ തൊട്ടുള്ള സുഖം ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ, അത് അയം സന്യാസഃ, അങ്ങനെയുള്ള സന്യാസം ശുഷ്ക ഏവഹി, അത് ഉണങ്ങിയ വിറക് പോലെയാണ്. എന്ന് വെച്ചാൽ അതിനൊരു ഇതില്ല, പ്രസരിപ്പില്ല, അതിനൊരു പുഷ്കല സ്വഭാവമില്ല. അതായത് പൂവൊക്കെ വിരിഞ്ഞാണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ എന്ന കൂട്ടത്തിലുള്ള ഇല്ല. അത് ഉണങ്ങി
മെലിഞ്ഞതായിട്ടുള്ളൊരു അവസ്ഥയാണ് ഉള്ളത്. ഇപ്പോൾ വിറക് ഉണങ്ങി അങ്ങനെയായി എന്താ അതിനൊരു ഫലമുള്ളത്? ഒരു സുഖമില്ല. നേരെ മറിച്ച് നല്ല പച്ചപ്പ് ധാരാളം, അതേപോലെ നിറച്ച് പൂക്കൾ ഇങ്ങനെ കായും പഴമൊക്കെ തൂങ്ങി നിൽക്കുക, എന്തൊരു ഭംഗിയായി കാണാൻ, അതിൻ്റെ സുഖം ആസ്വദിക്കുമ്പോൾ. അപ്പോൾ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുഷ്കമാണ്, അത് വേണ്ട. ഗൃഹസ്ഥ സരസഹ, ഗൃഹസ്ഥൻ എന്നുള്ളത് രസത്തോടു കൂടിയതാണ്. രസഹ, രസത്തോടു കൂടിയതാണ്. ലോകേ, ഈ ലോകത്തിൽ. അതെങ്ങനെയൊക്കെ? പുത്ര പൗത്ര സമന്വിത. അപ്പോൾ പുത്രനാവാം, പുത്രൻ്റെ പുത്രനാവാം, അതിൻ്റെ പുത്രനാവാം, ഇങ്ങനെ പരമ്പര. അതിങ്ങനെ എന്തൊരു സുഖ, കുട്ടികളിങ്ങനെ ഓടിക്കളിക്കുക ഒപ്പം. അപ്പോൾ ഇതിലങ്ങോട്ട് ഉറച്ചു നിൽക്കുകയാണ്. പുത്രാദി സുഖഹീനോയം സന്യാസ ശുഷ്ക ഏവഹി ഗൃഹസ്ഥ സരസോ ലോകേ പുത്ര പൗത്ര സമന്വിത. പുത്രാദി സുഖഹീന അയം, പുത്രന്മാർ തൊട്ടുള്ള സുഖം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അയം സന്യാസ, ഈ സന്യാസം. ആ സന്യാസം ശുഷ്ക ഏവഹി, അത് ഒരു ഉണങ്ങിയ വിറക് പോലെ. വിറക് എന്നുള്ള ആ വാക്കോടെ പറഞ്ഞിട്ടില്ലെങ്കിലും അത് മെലിഞ്ഞ അതൊരു സുഖമില്ലാത്ത അവസ്ഥയാണ്. ഗൃഹസ്ഥ സരസഹ, ഗൃഹസ്ഥനോ രസത്തോടു കൂടിയതാണ്. അപ്പോൾ ഗൃഹസ്ഥൻ എന്നുള്ളത് ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും, അച്ഛനുണ്ടാവും, മുത്തച്ഛനുണ്ടാവും, ഇങ്ങനെ സകലതും കിട്ടും. അവിടെ ഈ ലോകത്തിൽ പുത്ര പൗത്ര സമന്വിത, ആ പുത്രനോടും പേരക്കുട്ടനോടും കൂടിയിട്ട് സുഖമായിട്ട് അന്വിതമാച്ചാൽ കൂടെ നിൽക്കുന്ന രീതിയിൽ ജീവിക്കുകയാണ് ഏറ്റവും രസം തരുക എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണ്. പുത്രാദി സുഖഹീനോയം സന്യാസ ശുഷ്ക ഏവഹി ഗൃഹസ്ഥ സരസോ ലോകേ പുത്ര പൗത്ര സമന്വിത. പുത്രാദി സുഖഹീനോയം സന്യാസ ശുഷ്ക ഏവഹി ഗൃഹസ്ഥ സരസോ ലോകേ പുത്ര പൗത്ര സമന്വിത. ഇപ്പം നമ്മൾ 38-ാമത്തെ ശ്ലോകം വായിച്ചു. ഇനി 39-ാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ.